പത്തനംതിട്ട വടശ്ശേരിക്കരയിലേക്ക് ഒന്ന് പോകണം. അവിടെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനം ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ 4 പേരെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത്. പരിക്കേറ്റവരുടെ നില അല്പം ഗുരുതരമാണ് എന്ന വിവരം കൂടി രാവിലെ പുറത്തു വന്നിരുന്നു. അപകടശേഷം ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് സമീപവാസികൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ, ഈ വടശ്ശേരിക്കര മേഖല എന്ന് പറയുന്നത് വളവുകളും മറ്റുമുള്ള ഒരു പ്രധാന സ്ഥലമാണ്. അപകട സാധ്യത കൂടുതലുള്ളൊരു പ്രദേശമാണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എന്താണ് നാട്ടുകാർ പറയുന്നത്? രഞ്ജിത്തെ പുലർച്ചയോടുകൂടി അപകടം ഉണ്ടായെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്കറിയാം, ശബരിമല പാതകൾ ഈ വളവും ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഈ ദീർഘദൂരം തീർത്ഥാടകർ പലപ്പോഴും ഈ വിശ്രമമില്ലാതെ ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞു എന്നുള്ള രീതിയിലാണ് അറിയുന്നത്. പക്ഷെ അപകടത്തിന് ശേഷം ഡ്രൈവർ ഓടിപ്പോയി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ഒരു അപകടം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് റോഡിൽ തന്നെയാണ് ഈ ബസ് മറിഞ്ഞിട്ടുള്ളത്. 4 തീർത്ഥാടകർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ആന്ധ്ര സ്വദേശികളാണ്. അതിൽ ഒരാളുടെ കാലിൽ മാത്രമാണ് ഗുരുതരമായി പരിക്കുള്ളത്. ഈ 4 പേരെയും പരിക്കേറ്റവരെ റാന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള പേരുമാണ് നമുക്ക് ഫയർഫോഴ്സിൽ നിന്നും പോലീസിനും അറിയാൻ കഴിയുന്നത്. എന്തായാലും ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ച് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് പ്രധാന കാരണം വിശ്രമമില്ലാതെ വാഹനം ഓടിക്കുകയും അതുപോലെ തന്നെ ദീർഘദൂര തീർത്ഥാടകർ ഈ പല സ്ഥലങ്ങളിലും വിശ്രമിച്ച് ഡ്രൈവർ അടക്കം ഉറക്കം ഒക്കെ കഴിഞ്ഞതിന് ശേഷം വാഹനം ഓടിക്കുക എന്നുള്ള നിർദ്ദേശമൊക്കെ പോലീസൊക്കെ പറയുന്നതെങ്കിലും ഈ ദീർഘദൂരം വലിയ സ്ഥലത്ത് നിന്നെത്തുന്ന ഡ്രൈവർമാർ ഇത് ഒന്നും കാര്യമാക്കാതെ വാഹനം രാത്രിയും പകലും തുടർച്ചയായി ഉറങ്ങാതെ ഓടിക്കുന്നതിന്റെ ഫലമായി പലപ്പോഴും ഉറങ്ങിപ്പോകുന്ന ഡ്രൈവിംഗ് സമയത്ത് ഉറങ്ങിപ്പോകുന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രധാനമായുള്ള പല അപകടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വടശ്ശേരിയിലും അത്തരത്തിലാണെന്നാണ് അറിയുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകളുണ്ടായ റോഡിൽ തന്നെയാണ് വാഹനം നേരെ മറിഞ്ഞ് റോഡിൽ തന്നെ തെന്നി നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. റോഡിന് വെളിയിലേക്ക് വാഹനം പോയിട്ടില്ല. എന്തായാലും അത്തരത്തിലൊരു അപകടമാണുണ്ടായത്. സാരമായ പരിക്കുകൾ മാത്രമേ 4 പേർക്ക് ഉള്ളെന്നുള്ളതാണ്. ഒരു തീർത്ഥാടകന്റെ കാലിന് മാത്രമാണ് അല്പം ഗുരുതരമായ ഒരു പരിക്കുള്ളത് എന്നുള്ളതാണ് വിവരമാണ് നമുക്കറിയാം. എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയാണ് ഈ തീർത്ഥാടകരെ വാഹനത്തിന് പുറത്ത് എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. രഞ്ജിത്തെ, ഈ നേരത്തെ ശശിനാരായണൻ പറഞ്ഞ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ, അതായത് ദീർഘനേരത്തെ ഡ്രൈവിംഗ്, ഉറക്കം ചൂടൊക്കെ കുറയ്ക്കാനായി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകളും അവർക്ക് വെള്ളം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത്തരം നിരീക്ഷണങ്ങൾ ഇപ്പോൾ കുറച്ച് കുറവാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ? രഞ്ജിത്ത്, തീർച്ചയായും അത്തരം കാര്യങ്ങൾ കുറവാണെന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഇതിന് സേഫ് സോണിന്റെ വലിയ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കായിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഫണ്ട് ലഭിക്കാത്തതുകൊണ്ടൊക്കെ അത് പിന്നീട് അത് ഭാഗികമായ ലെവലിലേക്ക് ഈ തീർത്ഥാടനകാലം ആരംഭിച്ചൊരു പകുതി സമയം വരെ ഒരു മന്ദഗതിയിൽ തന്നെയായിരുന്നു. വിലവെങ്കിലാണ് ഈ സേഫ് സോണിന്റെ ഒരു ഓഫീസും വാഹനങ്ങളും ആംബുലൻസും വർക്ക്ഷോപ്പും മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഫണ്ട് ലഭിക്കുന്ന ആദ്യഘട്ട തീർത്ഥാടന കാലഘട്ടം ആരംഭിച്ചു. ആദ്യഘട്ടം ഒരു 10-15 ദിവസം വരെ ഇത് നിർജ്ജീവമായ ഒരു അവസ്ഥയിലാണ്. മുൻകാലങ്ങളിൽ വളരെ സജീവമായി ഈ റോഡിലെല്ലാം തന്നെ ഈ വാഹന പരിശോധനയും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ തീർത്ഥാടകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ ഉടൻ തന്നെ അവിടുന്ന് മാറ്റുന്നതും അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ആവുന്ന വാഹനങ്ങൾ ശരിയാക്കി വീണ്ടും യാത്ര പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നതൊക്കെ വലിയ കാര്യക്ഷമമായി ഇടപെട്ടിരുന്ന സംവിധാനമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് ആദ്യഘട്ടത്തിൽ അത്തരത്തില്ലായിരുന്നു. പക്ഷേ 2ാം ഘട്ടത്തിൽ തന്നെ ഇപ്പൊ കാര്യക്ഷമമല്ല എന്ന് പറയാം. എന്നാലും എല്ലാ കാര്യങ്ങളും പമ്പ മുതൽ വടശ്ശേരിക്കര വരെയുള്ള ഭാഗങ്ങളിലെല്ലാം കൃത്യമായ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാര്യക്ഷമമായി നടക്കുന്നില്ല. കാരണം ഇതിന്റെ ഫണ്ട് കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് കുറവുകൊണ്ടാണ് ഈ സേഫ് സോൺ പദ്ധതി തന്നെ തുടക്കത്തിൽ പാടിയത്. പക്ഷെ പിന്നീട് അത് ചെറിയ രീതിയിലൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവർമാർക്ക് നൽകുന്നുണ്ട്. അത് പലപ്പോഴും പല സ്ഥലത്തും ഒക്കെ നൽകുന്നുണ്ടെങ്കിലും ഈ ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന ആന്ധ്ര, കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർ ഈ വാഹനങ്ങളിൽ വരികയും ഡ്രൈവർമാർ കൃത്യമായി ഉറങ്ങാതെ ഈ സമയക്രമം പാലിക്കാതെ കൃത്യമായി ഈ വാഹനം ഇങ്ങനെ ഓടിച്ചു പോവുകയൊക്കെ ചെയ്യുന്നതും പെട്ടെന്ന് ഉറക്കം വരികയൊക്കെ ചെയ്യുന്നതാണ് പ്രധാനമായും അപകടങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള ഇതുവരെയുള്ള അപകടങ്ങൾക്ക് പ്രധാനമുള്ള കാരണം. അത് പല സ്ഥലങ്ങളിലും വളവും തിരിവും ഒക്കെ ഉള്ള സ്ഥലമാണ്, നമുക്കറിയാം. അത് ശബരിമലയെ സംബന്ധിച്ച് അത്തരം റൂട്ടിൽ ഓടുന്ന ഡ്രൈവർമാർ കൃത്യമായി ഉറങ്ങിയിരിക്കണം. ദീർഘദൂരത്ത് വരുന്ന ഡ്രൈവർമാർ ഉറങ്ങിയതിനു ശേഷമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. നിശ്ചിത മണിക്കൂർ ഉറങ്ങിയതിനു ശേഷമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ അപകടങ്ങൾക്ക്
കാരണം. പക്ഷേ എന്തായാലും നമുക്ക് ഈ പല അപകടവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ഗുരുതരമായ രീതിയിൽ പരിക്കുകൾ പറ്റിയ രീതിയിലുള്ള അപകടങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ സമീപകാലത്ത് മനസ്സിലാക്കാം. പക്ഷേ ഈ അപകടങ്ങൾ തുടർച്ചയുണ്ടാവും. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് പലപ്പോഴും തീർത്ഥാടകർ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നുണ്ടായ അപകടത്തിൽ 4 പേർക്കാണ് പരിക്കുണ്ട്. അത് വലിയ പരിക്ക്, കാര്യമായ പരിക്കില്ല. ഒരാളുടെ കാലിന് മാത്രമാണ് പരിക്കുണ്ടെന്നുള്ള വിവരം അറിയുന്നത്. വടശ്ശേരിക്കലാണ് ഈ അപകടം ഉണ്ടായത്. പുലർച്ചയോടുകൂടി എന്നുള്ള വിവരമാണ് പോലീസും ഫയർഫോഴ്സും നൽകുന്ന വിവരം. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. വടശ്ശേരിക്കരയിൽ വെച്ചാണ് ബസ് മറിയുന്നത്. 4 പേർക്ക് പരിക്കുണ്ട്. ഒരു തീർത്ഥാടകന്റെ കാലിന് ഗുരുതരമായി പരിക്കുണ്ട് എന്ന വിവരം കൂടി ശശി പങ്കുവെക്കുന്നുണ്ട്.